നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം പലരും പറയുണ്ടായി. അതിന് പ്രകാരം ദൈവവചന വായനയും പഠനവും പ്രാർത്ഥനയും സുവിശേഷീകരണം ഇതൊക്കെയാണ് എൻ്റെ ഹൃദയത്തിൽ ഈ നാളിൽ ചിന്തിക്കുന്നതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ദൈവവചനം പഠിക്കുക, ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു പ്രത്യേകമായ കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കപ്പെടിരിക്കാൻ സാധിക്കണം. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. എന്നോട് പറയാം, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ദൈവത്തിന് വേണ്ടി കൂടുതൽ കാര്യം ചെയ്യാനുള്ളതായ ഉദ്യമവും ഉള്ളവരായി ചെയ്യുക. അതാണ് എൻ്റെ ദൈവത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, ചിലർക്ക് ചെയ്യുവാൻ ഉള്ള ഒരു ഉദ്യമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് വീഴ്ചതാഴ്ചകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാകില്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവും തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടായിരിക്കുമ്പോൾ നാം മുൻപോട്ട് പോകുന്ന നാളുകളിൽ ദൈവം നമുക്ക് എത്ര നാൾ തരുന്നു, ആയുസ് തരുന്നു, അതൊക്കെ ദൈവത്തിൻ്റെ പക്കലുള്ള കാര്യങ്ങളാണ്. നമ്മെ സംബന്ധിച്ച് എനിക്ക് ആയുസ്സോ ആരോഗ്യം തരികയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതൊരു തീരുമാനം കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കൂടുതൽ കാര്യം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് വിലങ്കരി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. ആ നിലയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. ഈ 2026 വന്നു കഴിഞ്ഞാൽ കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ദൈവത്തിന് വേണ്ടി ഈ പറയപ്പെട്ടവരിൽ എത്ര ശതമാനമാണെങ്കിൽ ചിന്തയുണ്ട്. ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്ന കാര്യം ചെയ്യും, ഇന്ന കാര്യം ചെയ്യാൻ കൊള്ളാം. വ്യക്തിപരമായിട്ടും നമ്മളെക്കൊണ്ട് സമൂഹത്തിനും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ചിന്ത ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് ഒരു വലിയ ജനസംഖ്യ ഒന്നും ഉണ്ടാവില്ല, ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തിന് പ്രാർത്ഥനയോടെ നമ്മളൽപ്പം കഴിയുമ്പോൾ ഒരു സംഗീതസഭ നമ്മൾ വായിച്ചത് വായിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് വേണ്ടി നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻപുള്ളത് നമ്മളൊക്കെ മറക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം മറക്കണം. ഒന്ന്, ദൈവത്തിന് വേണ്ടി കുറേ കാര്യമൊക്കെ ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു, അതിനെക്കുറിച്ചൊരു ചിന്ത, നല്ല കാര്യങ്ങൾ ചെയ്തു. മറ്റൊരു ചിന്ത, ഞാൻ ഒന്നും ചെയ്തില്ല. എന്തൊക്കെയോ ചെയ്തു, മറ്റൊരു ചിന്ത ഒന്നും ചെയ്തില്ല. ഇത് രണ്ടും നമ്മൾ മറക്കണം. പൗലോസ് പറയുന്നു, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തൻ്റെ മേൽ വ്യാപരിച്ച് കഴിഞ്ഞ സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാണങ്ങളിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും പിന്നെയും അപ്പോസ്തലനായ പൗലോസ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് പിന്നുള്ളതെല്ലാം ഞാൻ മറക്കുക. കർത്താവിന് വേണ്ടി അടികൊണ്ടതോ അധ്വാനിച്ചതോ പോയതോ വന്നതോ എല്ലാം ഞാൻ മറക്കുക. എൻ്റെ മുമ്പിൽ പിന്നെയും ഓട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ മുൻപിൽ പിൻപുള്ളതെല്ലാം ഞാൻ മറക്കുക ചെയ്യുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം മറന്നാലും നമ്മൾ ചിലപ്പോൾ മറക്കുന്നത്. പലപ്പോഴും ഇവിടെ പറയേണ്ട കാര്യമാണ്. ദൈവം പലപ്പോഴും മറന്നാലും എന്നുവെച്ചാൽ കുശുമ്പ്, അസൂയ, പക, പിണക്കം, അസ്വസ്ഥകൾ, ചെറിയ നിലയിലുള്ളതായ ചില കാര്യങ്ങളൊക്കെ, അതുപോലെ ചിലതിനെക്കുറിച്ചുള്ള നമ്മുടെ മുൻവിധികൾ, അത് കൂടെ പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ എഴുതിയാൽ വെച്ചിരിക്കുക, നമ്മൾ പോക്കറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എല്ലാം മറന്നിട്ട് ദൈവത്തിൻ്റെ കൃപകളെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ മുമ്പിൽ, അതാണ് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമൊഴിയുടെ വലിയ ലക്ഷ്യം, ലാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓടുക. അതുപോലെ മറ്റൊരു വാക്കിലൂടെ വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ അതിന് 5-ാം വാക്യം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതായത് വായിക്കുന്ന സന്ദർഭത്തിൽ
ഞാൻ നിന്റെ സന്തതി ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ യെശയ്യാപ്രവചനത്തിലെ ഈ വാക്യം ഒരു വാഗ്ദത്ത വചനമായിട്ട് എടുക്കുക. ഈ 1926 വേണ്ടി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് ഉണ്ട്. പറ്റുമെങ്കിൽ ബൈബിളിനകത്തൊരു പെൻസിലോ പേനയോ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചു വെച്ചിട്ടില്ലെങ്കിൽ അത് നല്ലതായിരിക്കും. അടുത്ത വർഷത്തേക്ക് വേണ്ടി ദൈവനാമത്തിൻ്റെ വാക്ക് വേണ്ടി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ പറയില്ലേ, ശാസ്ത്രജ്ഞന്മാർ ഭയപ്പെടുന്നു, ലോകത്തെ ഭയം. ഇതുപോലെ ഞാൻ കണ്ട ഫേസ്ബുക്കിൽ കണ്ടതാണ്. ലോകാവസാനിക്കുന്നത് ഈ അടുത്ത വർഷം ലോകാവസാനിച്ച് അമ്മേനോട് ലോകാവസാനിച്ച് കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ പറയാം. മുല്ലപ്പറ പെരിയാറാണ് പൊട്ടിയാലോ, മുല്ലപ്പെരിയാറ് പൊട്ടിയ നമുക്കെന്നാ കടലിഞ്ചോട് അടിച്ച് കയറിയ സുനാമി നമുക്കെന്താ. അപ്പൊ 2026 എന്ന് പറയുന്നത് അടുത്ത് വരാൻ പോകുന്ന വർഷം എന്തെല്ലാം വേണമെങ്കിൽ ലോകത്ത് സംഭവിക്കാം. നിങ്ങൾ ശരിക്കും ആലോചിച്ച് ചോദിക്കേ, ഭയങ്കര വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക നമ്മുടെ തലയ്ക്ക് മേലിൽ. ഇവരെ നോക്കാതെ ശരിക്ക് പോക്കോണ്ട് നമ്മൾ ഇവിടെ അറിയാൻ കിഴക്കോട് പോകുന്നതോട് ഹൈറേഞ്ചാണ് വെള്ളം പോയി കിടക്കുക. ഇവിടെ അവിടുന്ന് വരാം, ഇവിടുന്ന് വരാം. ദൈവത്തിന് തോന്നണം എന്തുണ്ടായാലും നമുക്കൊന്നും അനുഭവിക്കാം. നമ്മൾ അവൻ്റെ ഉള്ളംകരങ്ങളിൽ ഈ കയ്യിൽ വരച്ച വര പോലാണ്. ഞാൻ നിന്നെ കടയിലെ കൃഷ്ണമണി പോലെയും ഉള്ളംകൈയിലെ വര പോലെയും നമ്മളെ ദൈവം കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തെക്കുറിച്ചും നാളെയെക്കുറിച്ചും ഒന്നും ഭയപ്പെടേണ്ട യാതൊരുവിധമായ കാര്യങ്ങളുമില്ല. ഭയപ്പെടേണ്ടതിൻ്റെ ചെയ്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നതായ ദൈവത്തിന് മാത്രം. ഇസ്രായേൽ മക്കൾ മുമ്പ് കടന്നു വന്നതുപോലെ ഭയങ്കരമായ നദി, മരുഭൂമി, ഇതെല്ലാം മുമ്പിൽ കിടക്കുകയത്. പക്ഷെ അവിടെ എല്ലാം ദൈവം അവരെ വഴി നടത്തി കൊണ്ടുപോയി അവരെ എത്തേണ്ട സ്ഥാനത്തോട്ട് അവർ എത്തിച്ചു. എന്നതുപോലെ ദൈവം നമ്മോടുകൂടി ഇരുന്ന് ഈ കടവും നമ്മൾ കിടക്കും, അപ്പുറവും നമ്മൾ കിടക്കും. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കൊന്നും സാധ്യമുള്ള കാര്യമില്ല. നമ്മൾ മാനുഷികമായ കാര്യങ്ങളുടെ പിടുക്കമൊന്നും അല്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കുകയുണ്ടായി, നമ്മളെക്കാട്ടി ആരോഗ്യമുണ്ട്, നമ്മളെക്കാട്ടി വിദ്യാഭ്യാസമുണ്ട്, നമ്മളെക്കാട്ടി പണമുള്ള ആൾക്കാർ എത്രയോ പേര് ഈ വർഷം ലോകത്ത് മാറ്റപ്പെടുകയുണ്ടായി. ലോകരാഷ്ട്രത്തിലെ രാഷ്ട്ര തലവന്മാർക്കാണെങ്കിൽ യുദ്ധം, ഭീതി, പ്രശ്നം. നമുക്കൊരു ഭീതിയിലൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ മക്കളായ നമ്മെ സംബന്ധിച്ച് ദൈവകരങ്ങളിൽ നമ്മൾ വളരെ സുരക്ഷിതരായി സന്തോഷമുള്ളവരായി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് ആ ദൈവത്താൽ ഗ്രേറ്റ് തിങ്സ്, വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക അടുത്ത വർഷം. അതുപോലെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനുള്ളതായ ഉദ്യമവും ലക്ഷ്യവും താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മൾ ഇത്രയും മാത്രം ചെയ്യാൻ മതി. സുവിശേഷത്തിൽ പറയുന്ന പ്രകാരം മുന്നേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതുവഴി ഇതൊക്കെ കേട്ടു. എന്ത് തിന്നും എന്ത് കുടിക്കൊക്കെ വലിയ ഭാരമാണ്. നിരാശപ്പെടുകയായിരുന്നത്. നിരാശയും ബുദ്ധിമുട്ടും ഭാരവും നാളെക്കുറിച്ചുള്ള ചിന്തയാണ്. നാളെ 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 എന്ന് പറയുന്നത് ഭയങ്കര ചിന്തയാണ്. ആ ചിന്തയ്ക്ക് പറയുന്നത് നീ കാര്യം ചെയ്യും, പിന്നെ അവൻ്റെ രാജ്യവും നീതി നിങ്ങൾ അന്വേഷിക്കുക, അതുകൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കാര്യത്തെക്കുറിച്ചുള്ള ഭാരപ്പെടാനല്ല ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യം, അവൻ്റെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, താല്പര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം തരുന്ന ആയുസ്സിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രത്യേകിച്ച് ദൈവം നമുക്ക് ഈ അടുത്ത വർഷം പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ടൊരു ചിന്ത, പ്രധാനമായിട്ട് ദൈവനെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായിട്ട് പറ്റുമെങ്കിൽ പരമാവധി സമയം വേർതിരിക്കുക. സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ, നമ്മളെ പ്രസ്ഥാനത്തുള്ള ബന്ധത്തിൽ
ധാരാളം പദ്ധതികൾ ഈ വരുന്ന നാളുകളിൽ വീണ്ടും പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കാനൊക്കെയുള്ള താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സഭയായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഭാപരമായിട്ട് സഭയുള്ള ബന്ധത്തിലും ദൈവത്തുള്ള ബന്ധത്തിലും വ്യക്തിപരമായിട്ടും കുറച്ച് തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്തുകൊണ്ട് നമ്മളാവോളം അതിനുവേണ്ടി ഏൽപ്പാൻ വലിയ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നത്. നമ്മളെ സഹായിക്കട്ടെ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.